തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇനിയും തുടങ്ങിയില്ല. ഈ മാസം 5-ന് മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള ഉത്തരവിറങ്ങിയെങ്കിലും പ്രത്യേക സംഘത്തെ ഇതുവരെ തീരുമാനിച്ചില്ല. അന്വേഷണ സംഘത്തിലുള്ളവരെ തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത്. വിവരങ്ങൾ അഭിജിത്ത് ജയൻ നൽകും. അഭിജിത്ത്, ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങ് നീണ്ടുപോവുകയാണ്. അടുത്ത തൃശൂർ പൂരം വരാനായി. അതിനിടയിൽ തന്നെ ഈ തീരുമാനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അന്വേഷണത്തിൽ റിപ്പോർട്ട് ലഭിക്കുമോ എന്ന് തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടത്. തീർച്ചയായും അക്ഷയ്, അങ്ങനെ തന്നെയാണ്. ഏതായാലും സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ മാസം 5-നാണ് മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള ഉത്തരവ് ഇറങ്ങിയത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതുവരെ തീരുമാനിക്കുകയും ചെയ്തിട്ടില്ല. അന്വേഷണ സംഘത്തിലുള്ളവരെ തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പങ്കുവയ്ക്കാനും കഴിയുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് സന്നാഹത്തെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ തന്നെ നിയോഗിക്കാൻ അധികം കാലതാമസം ഒന്നും തന്നെ ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുക. പിന്നീട് അതിനകത്ത് SI-മാരും CA-മാരും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയും അടങ്ങുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ ടീമായിരിക്കും സാധാരണഗതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ തന്നെ നിയോഗിക്കുമ്പോൾ DGP-യുടെ മേൽനോട്ടത്തിൽ DGP-യുടെ നിർദ്ദേശാനുസരണം അത് നടക്കുകയും ചെയ്യുക. പക്ഷേ ഈ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിന് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് ഇനിയും നിയോഗിച്ചിട്ടില്ല എന്നതാണ്, പോലീസ് നിയോഗിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടങ്ങുകയും ചെയ്തിട്ടില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നത്. ADGP MR അജിത്കുമാറിനെ എതിരെ ഉയർന്ന ആരോപണങ്ങൾ DGP അന്വേഷിക്കുമെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന വിവരം. അത് മാത്രമല്ല, പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് അന്വേഷിക്കുമെന്നും മറ്റു വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതെങ്കിൽ അത് ഇന്റലിജൻസ് ADGP അന്വേഷിക്കുമെന്നുള്ള കാര്യമായിരുന്നു സർക്കാർ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നത്. മന്ത്രിസഭാ തീരുമാനപ്രകാരം ആഭ്യന്തര സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും പുറത്തിറക്കിയത്. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘങ്ങളിലെ സംഘങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലാണ് തീരുമാനിക്കാൻ DGP-യെ ചുമതലപ്പെടുത്തിയത്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിലുള്ളവരെ തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു ടീം ഇനിയും ഫോം ചെയ്യാൻ കഴിയാത്തത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അതെങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ അത് ഇതിന്റെ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കൂടി ബാധിക്കുമോ എന്നുള്ള ആശങ്ക കൂടി പ്രധാനമാണ്. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു തൃശൂർ പൂരം കൂടി വരാനിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് നടക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത്, ആ ഒരു ഘട്ടത്തിൽ അതിന് മുന്നോടിയായി ഇതിന്റെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് സമർപ്പിക്കേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഇത്തരം തീരുമാനങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നതാണ് നമ്മൾ കരുതപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘം. ശരി, എന്തായാലും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇനിയും തുടങ്ങിയില്ല. ഈ മാസം 5-ന് മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള ഉത്തരവിറങ്ങിയെങ്കിലും പ്രത്യേക സംഘത്തെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. വിവരങ്ങളാണ് അഭിജിത്ത് ജയൻ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.